അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറുത്തല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇന്ന് പരിശുദ്ധമായ മുഹറം 10 ആശുറാ ദിവസം നോമ്പുകാരാണ്. നമ്മുടെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ ദിവസം ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ്. മാത്രമല്ല, ഇന്ന് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസമാണ്. അമ്പിയാക്കൾക്ക് വലിയ ഫതഹും വിജയവും ഇജാബത്തും കിട്ടിയ ഒരു ദിവസമാണ് ഈ മുഹറം 10 ദിവസം. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഏറ്റവും ഒരു വലിയ പ്രത്യേകതയാണ്, നമ്മൾ എന്ത് തന്നെ നല്ല ഹയറായ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പെട്ടെന്ന് നിറവേറ്റി തരുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറി കിട്ടാനുണ്ടോ, അതൊക്കെയും അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഇത്. ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, ദാരിദ്ര്യത്തോടുകൂടി സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ എത്രയോ ആളുകൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നുണ്ടോ, നിങ്ങൾ ഈ മുഹറം 10 അന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റിത്തരുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് തന്നെ നല്ല ഹലാലായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണിത്. നമുക്കൊക്കെയും ജീവിതത്തിൽ ധാരാളം ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ ഉള്ളവരാണ്. സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. നല്ല ഒരു ശമ്പളമുള്ള ജോലി ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ടോ നമുക്ക്, അതൊക്കെയും അള്ളാഹുവിനോട് ചോദിച്ച് നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ നല്ലൊരു ദിവസത്തിലാണ് നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത്. മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നിങ്ങളുടെ ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക എന്ന്. പരിശുദ്ധമായ മുഹറം 10 അന്ന്, ആശുറാ ദിവസത്തിൻ്റെ അന്ന് ചൊല്ലാനുള്ള ധാരാളം ദിക്റുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വലിയ മഹത്വമുള്ളതും ഏത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ചൊല്ലാൻ കഴിയുന്നതും പെട്ടെന്ന് ഫലം കിട്ടുന്നതുമായ കുറച്ച് ദിക്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ദിക്റുകൾ നിങ്ങൾ ഈ ദിവസം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എന്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കത് പെട്ടെന്ന് നിറവേറ്റി തരുന്നതാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാമത്തെ ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നിങ്ങൾ ഈ ദിവസം ധാരാളം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ അവൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു ഇല്ലാതെയാക്കും. എല്ലാ കുടുക്കിൽ നിന്നും, എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും.
മാത്രമല്ല അവൻ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ റിസ്കിൽ വിശാലത നൽകും. സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല, ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകുകയില്ല, സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് നൽകും. ഇനി രണ്ടാമത്തെ ദിക്ർ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലിയ വലിയ പവറുള്ള ഒരു ദിക്റാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ ആരെങ്കിലും ഒരാൾ ആശൂറാ ദിവസത്തിൻ്റെ അന്ന്, അതായത് ഇന്ന് ആരെങ്കിലും ഒരാൾ 70 പ്രാവശ്യം ചൊല്ലിയാൽ അവന് ആ വർഷം മുഴുവനും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നുമൊക്കെ, എല്ലാ ഷെറിൽ നിന്നുമൊക്കെ അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വരുന്ന വർഷം മുഴുവനും നിങ്ങൾക്ക് രക്ഷ ലഭിക്കാൻ, നല്ല സന്തോഷവും സമാധാനവും ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കാൻ നിങ്ങൾ ഈ ദിക്ർ ഇന്നത്തെ ദിവസം ഒരു 70 പ്രാവശ്യം ചുരുങ്ങിയത് നിങ്ങൾ ചൊല്ലുക. ഇത് ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. എന്നാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടമോ, ഒരു വർഷം അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ലഭിക്കുകയാണ്. എല്ലാ അപകടങ്ങളെ തൊട്ടും, എല്ലാ പ്രതിസന്ധികളെ തൊട്ടും, എല്ലാ വിഷമങ്ങളെ തൊട്ടും, പ്രയാസങ്ങളെ തൊട്ടും ഒക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ചൊല്ലേണ്ട വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ നിന്നും ചൊല്ലിയ ഒരു ദുആയാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വളരെ വലിയ ഇഷ്ടമുള്ള ഒരു ദുആയാണ് ഇത്. ഈ ദുആയിൽ തഹ്ലീലുണ്ട്, തസ്ബീഹുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ ദുആ പതിവാക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസമോ വിഷമമോ ടെൻഷനോ ഒന്നും തന്നെ അല്ലാഹു നൽകുകയില്ല അവർക്ക്. മാത്രമല്ല, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഈ ദുആ ചൊല്ലുന്നതെങ്കിൽ അവരുടെ ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ദുആ നിങ്ങൾ ഈ ദിവസം 40 പ്രാവശ്യം മറക്കാതെ ചൊല്ലുക. അതുപോലെ തന്നെ ഇനി നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണ്. ഈ ദിക്റും നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു 70 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ ദിവസം മറക്കാതെ ഒരു 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ആരെങ്കിലും ഒരാൾ ആശുറാ ദിവസത്തിൻ്റെ അന്ന് സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം നല്ല ഉദ്ദേശം വെച്ച് ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കും. ആരെങ്കിലും ഒരാളെ അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മത്തിൻ്റെ നോട്ടം നോക്കിയാൽ അവനെ അല്ലാഹു ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കുകയില്ല. ദുനിയാവിലും ആഖിറത്തിലും അവനിക്ക് വിജയമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇന്നത്തെ ഈ ദിവസം സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം ഓതുക. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ദിക്റുകളൊക്കെ നിങ്ങൾ ചുരുങ്ങിയത് ഞാൻ പറഞ്ഞു തന്ന എണ്ണമെങ്കിലും നിങ്ങൾ ചൊല്ലുക. എന്നാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക. നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും
അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങും. നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല, കടങ്ങൾ വീടിക്കിട്ടും, സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും. അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കും. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ വിജയിക്കും. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ തീരാ നഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ആശൂറാ, ഈ മുഹറം 10 ഈ ദിവസം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നാം എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.